ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ടപ്പ ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് കുറച്ച് ഇതിൽ നമുക്ക് ഹീറോയിനെ എൻട്രി അല്ല, നമുക്കൊരു ഫസ്റ്റ് ഒരു ആകാശത്തിൽ എല്ലാ മനുഷ്യന്മാർ ഇടന്നിട്ട് ഗോഡ് അവർ പറയാൻ തുടങ്ങിയാണ്. അതെ അതെ, അതിലൊരു വലിയ ഗോഡ് പറയാൻ തുടങ്ങി. എടാ പറഞ്ഞ കേട്ട് ചെറിയ ഗോഡ് അല്ല, ചെറിയ ഒരു ഗോഡ് പറയാൻ തുടങ്ങി. ഇതാ ഗോഡ് പറഞ്ഞ്, അതെ ഗോഡ് പറയാൻ തുടങ്ങി, ഞാൻ രണ്ടുപേര് ഭൂമിയിൽ ജനിപ്പിക്കാൻ പോവുക എന്ന്. അതിലൊരു ഗോഡ് കേട്ടായിരുന്നോ? എന്താ ഗോഡ് നിങ്ങൾ പറയുന്നത്? അതെ, പറഞ്ഞ കേക്ക് വാട്ടർ ഗോഡ്. ആ പറഞ്ഞ കേക്ക് അതിൽ വാട്ടർ ഗോഡായിരുന്നു. ഗോഡ് ചോദിച്ചായിരുന്നു, അതെ നീ വാട്ടർ ഗോഡ്, അതുമാത്രമല്ല വാട്ടർ നീ പിന്നെ ഒരു ഗോഡ് കേൾക്കുക ഹെർട്ട് ഗോഡ്. എന്താ പ്രശ്നവും മല എർട്ടെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേര്. ഞാൻ പറഞ്ഞ പ്ലേസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗോഡ് എന്നെ രണ്ടുപേര് പറഞ്ഞായിരുന്നു. അതിലായിട്ട് പിന്നെ ഒരു ഗോഡ് ഉണ്ടായിരുന്നു. ആ എന്താ ഗോഡ്? നീ ബുക്ക്, അതെ ഏതെങ്കിലും മൈൻഡ് പവർ ഗോഡ്, അതിൽ പിന്നെ ബുക്ക് ഇത് പഠിക്കുന്ന ഗോഡ്. ശരി, ഞാൻ പറഞ്ഞാൽ മതി, നീ എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ എല്ലാ ഗോഡ് കൂടി ഒരു മനുഷ്യനെ ഉണ്ടാക്കി. അതായത് ഒരു കുട്ടി ജനിപ്പിച്ചു. അത് മാത്രമല്ല അതെ കുട്ടി ഒരു വീട്ടിൽ ഒരു റിച്ച്, അതെ ഭയങ്കര റിച്ചാണ്, അവർക്ക് കുട്ടി ജനിച്ചായിരുന്നു, ഒരു ബോയ് ബേബി. പിന്നെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ട് ഒരു ഗേൾ ബേബി ജനിച്ചായിരുന്നു. ശരി, അതിലൊരു ഗോഡ് ചോദിച്ചായിരുന്നു, ഇവർ രണ്ടുപേർക്ക് ഞാൻ എന്താ ചെയ്യുക? അതിലൊരു ലവ് ഗോഡ് ഉണ്ടായിരുന്നു. ലവ് ഗോഡ് എന്നിട്ട് പറയാൻ തുടങ്ങി, ഗോഡ് അവർ രണ്ടുപേരും ദൂരെ ഉള്ളത് നാം എങ്ങനെ ഗോഡ് ഇവർ രണ്ടുപേരും ഒന്നിപ്പിക്കുക എന്ന് അതിലൊരു ഗോഡ് ചോദിച്ചായിരുന്നു. ശരി, ഞാൻ പറഞ്ഞ മതി ചെയ്യ് എന്ന് പറഞ്ഞു. അതിലൊരു ബുക്ക് അവരുടെ ലിസ്റ്റ് ഇതെല്ലാം അവർക്ക് എങ്ങനെയാണ് സെറ്റ് എന്ന് അവരൊരു കഥ എഴുതി വെച്ചിരുന്നു. ഇങ്ങനെ നടക്കാൻ പോകുന്നതല്ല. ആ ശരി, ഓക്കെ, മാത്രമേ എന്ത് പ്രശ്നം വരാൻ പാടില്ല, അതിൽ പറഞ്ഞാൽ മതി, നിറയെ പ്രശ്നം വരും എന്നെ ഗോഡ് പറഞ്ഞായിരുന്നു. ശരി, ഓക്കെ, അവർ എങ്ങനെയും ഒന്നിപ്പിക്കണം എന്നെ ഗോഡ് ഒരു പ്ലാൻ ചെയ്തായിരുന്നു. അവിടെ ഒരു ഗോഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഗോഡ് പറയാൻ തുടങ്ങി, ഞാൻ ഭൂമിക്ക് പോകാൻ പോവാ. അതായത് വലിയ ഗോഡ് പറഞ്ഞായിരുന്നു. അത് കേട്ട് ചെറിയ ഗോഡ്സ് അല്ല, അയ്യോ നിങ്ങൾ പോയി എന്താ ചെയ്യുക? അതിലും ഗോഡിൻ്റെ മകനുണ്ടായിരുന്നു. അച്ഛാ പറഞ്ഞേക്കടാ, ഞാൻ ഭൂമിക്ക് പോയിട്ട് വരാം. ഭൂമിക്ക് ഞാൻ പോയിട്ട് വന്ന ശേഷം ഇവിടെയുള്ള മൊത്തം കാരണം ഇപ്പം നീയാണ് ഇവിടെ നോക്കുന്നത്. അച്ഛാ നിങ്ങൾ പോയി എന്താ ചെയ്യുക? ഗോഡ് മകൻ ചോദിച്ചായിരുന്നു. പറഞ്ഞ കേക്ക് ഇല്ല, നിൻ്റെ മണ്ടയ്ക്ക് ഇടുമെന്ന്. ആ ശരി അച്ഛാ, ഞാൻ കേൾക്കാം. അങ്ങനെ ഗോഡ് ഭൂമിക്ക് വന്നായിരുന്നു. ഭൂമിക്ക് വന്നു. അതെ, നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് ഹീറോയിൻ്റെ പേര് നേഹ എന്ന പേരാണ്. നമ്മളെ ഹീറോയിൻ്റെ പേര് നേഹ കുട്ടി എന്ന് വിളിക്കുക. അതെ, നമ്മളെ നേഹ പറയാൻ തുടങ്ങിയായിരുന്നു, അമ്മ എന്താ ചെയ്യുക അമ്മ എന്നെ നേഹ പറയായിരുന്നു. അതുകൊണ്ട് നേഹക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. നേഹ പറയായിരുന്നു, അമ്മ എന്തിനാ വിളിച്ചത്? ശരി നേഹ, നീ ഇപ്പം എവിടേക്കാ പോവാം? നേഹ പറയായിരുന്നു, ഞാൻ കോളേജിലേക്ക് പോവാം. ശരി, അങ്ങനെ നേഹ കോളേജിലേക്ക് പോയിരുന്നു. നേഹയ്ക്ക് കുറച്ച് ലേറ്റായിരുന്നു. നമ്മൾ നാറമ്മനെ നോക്കുക. ആറം പറഞ്ഞ ഒരു കോളേജ് പറഞ്ഞ ആറമ്മക്ക് നിറയെ കോളേജ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഒരു റിച്ച് ബോയ്, അതുമാത്രമല്ല ഒരു സിയോ ബോയ്. അതെ, നമ്മൾ നേഹ പറയുന്നുണ്ട്, അമ്മ ഞാൻ കോളേജിക്ക് ഞാൻ കുറേയൊക്കെ പോവാ. നേഹനമ്മ തിരിഞ്ഞു നേഹനെ നോക്ക്. എന്നില്ല അമ്മ, ഞാൻ കോളേജിക്ക് കുറേയൊക്കെ പോവാ. നേഹനമ്മ ഒരു പടി കുച്ചി എടുത്തോണ്ട് വന്ന്, ഈ എന്താ എവിടെയൊക്കെ പോകും പറഞ്ഞാൽ, ഇല്ല അമ്മ ഞാനും, അയ്യോ അമ്മ തല്ലാൻ വരുന്നേ ഇത് ഓടിപ്പോയിരുന്നു. നേഹൻ്റെ അച്ഛനെ വടി പിടിച്ച്, എന്തിനടി തല്ലാൻ പോവാ? ഇല്ല ഇവളെവിടൊക്കെ പോകുന്ന പറഞ്ഞ. നേഹ എവിടൊക്കെ പോകും പറഞ്ഞ? അച്ഛാ ഞാൻ കോളേജിൽ കൊറിയൊക്കെ പഠിക്കാൻ പോവാ. ഓ കൊറിയക്ക, എന്താ കൊറിയക്ക? ആ അച്ഛാ പ്ലീസ് അച്ഛാ. നേഹ ക്യൂട്ടായിട്ട് പറഞ്ഞു തുടങ്ങി. നേഹയുടെ അച്ഛ, ആഹാ എൻ്റെ കൊച്ചു ഇത്ര ക്യൂട്ടായിട്ട് പറയും, എൻ്റെ ബേബിക്ക് കൊറിയൊക്കെ പോകണോ? അച്ഛന് കൊറിയൊക്കെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. നേഹയുടെ അമ്മ, അയ്യോ ഇവളെ കൊണ്ടുപോവാ, നിങ്ങൾക്ക് വേണം തല്ല്. അതിന് രണ്ടുപേർക്ക് പിടിച്ച് തല്ലാൻ വരുന്നത്. എന്തടി എൻ്റെ മരുമോളെ, എൻ്റെ മോനിക്ക് തല്ലോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് നേഹാൻ്റെ പറഞ്ഞു തുടങ്ങിയായിരുന്നു. അങ്ങനെ നേഹാൻ്റെ, ഇല്ല നിങ്ങളെ മോനെ എന്താ പറഞ്ഞു കേട്ടിട്ട് എന്താപ്പാ? ഇല്ല എൻ്റെ മോക്ക് കൊറിയൊക്കെ പഠിക്കാൻ പോകണല്ലോ. നേഹാൻ്റെ ഗ്രാൻഡ് കേട്ടായിരുന്നു. കൊറിയക്ക ഗ്രാൻഡ്മ ഇങ്ങോട്ട് പോവാ. കൊറിയയിലെ ഗ്രാൻഡ്മയുടെ കാതിലൊരു കുസു പറഞ്ഞു. ഓ ഇവൾ കൊറിയൊക്കെ പോട്ടെ എന്ന് പറഞ്ഞു. അതെ, നേഹ കാതിൽ എന്ത് പോയിട്ട് പറഞ്ഞതറിയോ? അതേകൊണ്ട് ഗ്രാൻഡ്മ ഇവിടെയുള്ള ബോയ്സ്
ഇവിടെയുള്ള അപ്പുറത്തെ വീട്ടിൽ ആൻറ്റീൻ്റെ മകനക്ക് മോക്ക് എങ്ങനത്തെ ഒരു ബോയ് കല്യാണം കഴിച്ച് നിങ്ങൾ കളിയാക്കലെന്ന്. എനിക്ക് നല്ല ചന്തില്ല ചെക്കനെ ഒരു പറഞ്ഞില്ലേ, ഞാൻ കൊറിയൊക്കെ പോയിട്ട് നല്ല സുന്ദരൻ ചെക്കനെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത്. കല്യാണം കഴിക്കണേ ഇവിടെ കൊണ്ട് കല്യാണം കഴിച്ചാൽ അപ്പോൾ ഗ്രാൻഡ് മക്ക് ഓക്കെ അല്ലേ? അത് ഗ്രാൻഡ് മോളോട് പറഞ്ഞു, അവനെക്കാട് സുന്ദരനായ ചെക്കനെ എൻ്റെ മോൾ കല്യാണം കഴിക്കണം. അതുകൊണ്ട് ഗ്രാൻഡ് പറഞ്ഞു, ഗ്രാൻഡ് മാ ഓക്കെ അമ്മ നീ പോയിക്കോ എന്ന് ഗ്രാൻഡ് മാ ഇതിലേക്ക് സപ്പോർട്ട് ചെയ്തത്. നേഹ അപ്പോൾ രക്ഷപ്പെട്ടു എന്ന് നേഹ മനസ്സിൽ വെച്ച്. നേഹയുടെ ഗ്രാൻഡ് മാ സമ്മതിച്ചും കൊണ്ട് അപ്പോൾ ഗ്രാൻഡ് മാ പറഞ്ഞായിരുന്നു നീ അവളെ വിളിച്ചോണ്ട് പോകുന്നു. അതെ, നേഹാൻ്റെ ഫ്രണ്ടിനെ വിളിച്ചോണ്ട് റോസിനെ വിളിച്ചോണ്ട് പോയായിരുന്നു. നേഹ കൊറിയയിൽ പഠിക്കാൻ പോയിരുന്നു. അങ്ങനെ നേഹക്ക് കോളേജിൽ സീറ്റ് കിട്ടി, അങ്ങനെ പഠിക്കാമായിരുന്നു. അപ്പോൾ കോളേജിൽ ഡേയ്സ് പോകാൻ തുടങ്ങി. കോളേജിക്ക് ഒരു റിച്ച് ബോയ് എന്ന് പറഞ്ഞാൽ കോളേജ് പറഞ്ഞ ആറമ്മിൻ്റെ കോളേജായിരുന്നു. ആറമ്മ കിം നാഞ്ചുൻ കോളേജിൽ വരാൻ പോകുന്നതെന്ന് ആറമ്മെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ആറമ്മ കോളേജ് വന്നായിരുന്നു. എല്ലാ ഗേൾസ് കുത്തു തുള്ളം തുടങ്ങിയ ഹാപ്പി ആയിരുന്നു. നാം ജൂൺ എന്ന് പറയായിരുന്നു. ഹീറോ കേട്ടായിരുന്നു ഫ്രോസിനോട്, ഇല്ല മച്ചി ഞാനവിടെ ആലോചിച്ച് ചെയ്ത് നോക്കുമ്പോൾ യാറും ഭയങ്കര റിച്ച് ബോയ്, അത് മാത്രമല്ല നല്ല പഠിക്കുന്ന നല്ല ടാലൻ്റാണ് എന്നെ നേഹയോട് പറഞ്ഞു. അപ്പോൾ നേഹ എന്ത് സത്യമാണോടി? അതെ നിങ്ങൾ പറഞ്ഞു. ആറമ്മിനെ നോക്കിയായിരുന്നു നേഹ. ആറമ്മിനെ കണ്ട ഹീറോയ്ക്ക് ഫ്ലാറ്റായിരുന്നു. നേഹ മനസ്സിലാക്കുക, ഇവൻ സുന്ദരനായിട്ട്. നേഹ ചോദിച്ച റോസിനോട്, ഇവന് ഈ കല്യാണം കഴിഞ്ഞോ? ഇല്ലടി, ഗേൾ ഫ്രണ്ട് അറിയില്ലടി, റൂമറിൽ അങ്ങനെ ഗേൾ ഫ്രണ്ട് കൊണ്ട് പറയായിരുന്നു മാരേജ് ആയിട്ട് സിംഗിളാണ്. അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ നേഹ മനസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ ആറമ്മനെ ഡേയ്സ് തന്നെ ഫോളോ ചെയ്ത് ആറമ്മനെ ഹീറോയ്ക്ക് പിടിച്ചായിരുന്നു. നേഹക്ക് ഒരു ക്രഷായിരുന്നു, നല്ല കോൾഡായിട്ടുള്ളത്. ആറും അങ്ങനെ വന്നു പോയായിരുന്നു. ഒരു ദിവസം നേഹക്ക് ഒരു ഐഡിയ കിട്ടി, ആറാം വേണ്ടി പ്രൊപ്പോസ് ചെയ്യാൻ ഒരു പ്ലാൻ ചെയ്ത് നടന്നു പോയി. രണ്ടുപേരും സൺസെറ്റ്സ് നടന്നു. അപ്പോൾ ഒരു ഗേൾ ഉണ്ടായിരുന്നു, ഫേർ സോഫിയ. ആറമ്മക്ക് പോയിട്ട് ഒരു ലവ് ലെറ്റർ റോസ് കട്ട് കാട്ടിയത് പ്രൊപ്പോസ് ചെയ്തായിരുന്നു. ആറം ആ പെണ്ണ് നോക്കിയായിരുന്നു. ആറമ്മക്ക് ആ പെണ്ണ് കണ്ടതിന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ആറമ്മ പറഞ്ഞിട്ട് പോയായിരുന്നു. ആ പെണ്ണ് പഠിക്കുന്നില്ല, ഒരു മേക്കപ്പ് ചെയ്യും. ആറമ്മക്ക് ആ പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ആ ഗേൾ പ്രൊപ്പോസ് ചെയ്തായിരുന്നു. ആ പെണ്ണ് ഒരെണ്ണം പ്ലേ ഗേളാണ്, അതുകൊണ്ട് ആറമ്മ അക്സയില്ല. ആറം കണ്ടിക്കാതെ പോയിരുന്നു. ഇതുകൊണ്ട് ഹീറോയിന് മനസ്സ് കൊടുത്തു, പോയി ഇവൾ അക്സയില്ല, അപ്പോൾ ഞാൻ പ്രൊപ്പോസ് ചെയ്ത്